ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. മുകുന്ദമാല എന്ന ഭക്തി കാവ്യത്തിലേക്ക് എല്ലാ സജ്ജന സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ശ്ലോകം 22. ഭക്താപായ ഭുജംഗകാരുഡമണി ത്രൈലോക്യരക്ഷാമണീർ ഗോപീലോചന ചാതകാംബുദമണി സൗന്ദര്യമുദ്രാമണി യകാന്താമണി രുക്മിണീ ഘനകുജ ദ്വന്ദ്വൈകഭൂഷാമണി ശ്രേയോ ദേവശിഖാമണിർദിശതുവോ ഗോപാലചൂടാമണി. ഇവിടെ ഭഗവാനെ എല്ലായിടത്തും മണി 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 എന്ന് പറഞ്ഞിട്ടാണ് സംബോധന ചെയ്യുന്നത്. മണി എന്ന് പറഞ്ഞാൽ രത്നമാണ്. അപ്പോൾ ഈ ഭക്താപാംഗ ഭുജംഗകാരുഡമണി, അതായത് ഗരുഡൻ പാമ്പുകളെ നശിപ്പിക്കുന്ന പോലെ ഭക്തന്മാർക്കുള്ള ആപത്തുകളെ നശിപ്പിക്കുന്നവനാണ്. ഗരുഡൻ പാമ്പിനെ ഭക്ഷിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഭക്തന്മാരുടെ ആപത്തുകളെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ജാതക പക്ഷിക്ക് മേഘം കണ്ടാലേ വളരെ സന്തോഷമാകും. അതായത് ഓരോ മഴത്തുള്ളികളുമാണ് അവർ നേരിട്ട് പാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജാതക പക്ഷികൾക്ക് മേഘം എന്ന പോലെ ഗോപിമാരുടെ നേത്രങ്ങൾക്ക് സുഖം നൽകുന്നവനും സൗന്ദര്യത്തിന് മാതൃകയായിട്ടുള്ളവനും പ്രിയപത്നിയായ രുക്മിണിയുടെ സ്തനദ്വയങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ളവനും ദേവന്മാരിൽ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ളവനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് ശ്രേയസിനെ നൽകട്ടെ എന്ന്. ഗരുഡൻ സർപ്പശത്രുവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അത് പ്രസിദ്ധമാണ്. അതുപോലെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭക്തന്മാർക്ക് ആപത്തുകളെല്ലാം നീങ്ങിപ്പോകും, ഉണ്ടാകുകയില്ല. എല്ലാ വിശേഷണങ്ങളോടും മണി എന്ന് ചേർത്തിട്ടുള്ളത് ഭഗവാന്റെ മഹത്വത്തെയും ഐശ്വര്യത്തെയും കാണിക്കുവാനാണ്. രത്നം എല്ലാറ്റിലും വിശിഷ്ടമായതുപോലെ ഭഗവാൻ എല്ലാറ്റിലും വിശിഷ്ടമാണെന്ന് അർത്ഥം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ.